എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം 1202 ആണ്ട് ചിങ്ങമാസത്തിൽ ഇടവൻ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇടവൻ രാശിയിൽ വരുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, രോഹിണി, മകൈര്യം നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദം എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവൻ രാശിക്കാരുടെ ചിങ്ങമാസത്തെ ഗ്രഹനില നമുക്കൊന്ന് പരിശോധിക്കാം. സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 3-ലാണ് സ്ഥിതി ചെയ്യുന്നത്. ശനി 11-ലാണ്, വക്രത്തിലാണെങ്കിലും 11-ൽ ആണ് ശനി നിൽക്കുന്നത്. രാഹു 10-ലും, ആദിത്യനും കേതുവും 4-ലും, ശുക്രൻ 5-ലും 6-ലും ഒക്കെയായിട്ട് സഞ്ചരിക്കുന്ന ഒരു കാലയളവാണ് ചിങ്ങമാസം. അപ്പോൾ പൊതുവിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ഈ രാശിക്കാർക്ക് ലഭ്യമാകാൻ പോകുന്നത്. സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 3-ൽ ഈശ്വരാധീനം മറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇതുമൂലം എല്ലാ കാര്യങ്ങളിലും ആദ്യം കുറച്ച് തടസ്സങ്ങൾ വന്നുപെടാനും തടസ്സങ്ങളൊക്കെ വന്നുപെട്ടതിന് ശേഷം പിന്നീട് കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാനുമാണ് കൂടുതൽ സാധ്യത കാണുന്നത്. കർമ്മരംഗത്ത് നേട്ടങ്ങളുണ്ടാവും. 10-ലെ രാഹു കർമ്മരംഗത്ത് നേട്ടങ്ങൾ അല്ലെങ്കിൽ ഉയർച്ചയൊക്കെ ഉണ്ടാക്കി തരുന്നതായിരിക്കും. എന്നാൽ ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ്. ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സുഖം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളും മറ്റുമൊക്കെ ഈ രാശിക്കാർക്ക് ഈ മാസം വന്നു ചേരാനുള്ള ഒരു സാധ്യത ഉണ്ട്. കലാകാരന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഒക്കെ വളരെ ശ്രദ്ധപൂർവം മുന്നോട്ട് പോകണം. വലിയ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഒന്നും നേരിട്ടില്ലെങ്കിലും എല്ലാ കാര്യത്തിലും ഒരു തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ചെറുതായിട്ടൊക്കെ വന്നു ചേരാനുള്ളൊരു സാധ്യതയുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സമയമാണ്. പക്ഷേ എങ്കിലും ശനി പലവിധ നേട്ടങ്ങളും ഇവർക്ക് സമ്മാനിക്കുന്നതായിരിക്കും. ഈ കാലയളവിൽ അല്ലെങ്കിൽ ശനിയിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങൾ ശാശ്വതമായിട്ട് നിൽക്കുന്നതുമായിരിക്കും. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ലഭിക്കാൻ പോകുന്നത്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ഈ രാശിക്കാർ വ്യാഴാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേകം പ്രാർത്ഥനകൾ നടത്തുന്നത് ദോഷഫലങ്ങൾ ലഘൂകരിക്കാനായിട്ട് സഹായകമാകുന്നതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ അരിവാണി ജ്യോതിഷം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഓൺലൈൻ കൺസൾട്ടേഷൻ സൗകര്യം ലഭ്യമാണ്. ഓൺലൈൻ കൺസൾട്ടേഷനായി വാട്സപ്പ് നമ്പർ മുഖേനയൊക്കെ ബന്ധപ്പെടുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.